Bismillahirrahmanirrahim. Innalhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Assalamu alaikum wa rahmatullahi wa barakatuh. ഒരു ഹദീസ് നിഷേധി ചോദിച്ചതാണ്, ഹദീസും പ്രമാണമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, അതെ, ഹദീസും പ്രമാണമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത. അള്ളാഹു നിനക്ക് ഗ്രന്ഥവും ഹിക്മത്തും അവതരിപ്പിച്ചു. ഇത് സൂറത്ത് നിസായിലെ 113 വചനാണ്. അൽ കിതാബ് എന്നും അൽ ഹിക്മത്ത് എന്നും രണ്ട് പ്രത്യേക കാര്യങ്ങളാണ് അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ രണ്ടും വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഹിക്മത്ത് എന്നതും ഖുർആൻ തന്നെയാണെങ്കിൽ ഗ്രന്ഥവും എന്ന അസംബന്ധമായ അർത്ഥമാകും. അറബി ഭാഷയിലും ആയത്തിൻ്റെ ഘടനയിലും അത്തരമൊരു വ്യാഖ്യാനത്തിന് അടിസ്ഥാനമില്ല. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനോടൊപ്പം മറ്റൊരു വെളിപാടും നൽകിയതായി ആയത്ത് ഒരു സംശയമില്ലാത്ത വിധം വ്യക്തമാക്കുന്നു. ഇനി അൽ-ബഖറയിലെ 129 അൽ-ബഖറയിലെ 151 ആലു ഇമ്രാനിലെ 164 ഇപ്പം നമ്മൾ ഓതിയ സൂറത്തുൽ നിസായിലെ 113 സൂറത്തുൽ ജുമായിലെ 2-ാം വചനത്തിലും ഈ എല്ലാ ആയത്തുകളിലും അൽ കിതാബ് ഗ്രന്ഥമെന്നും അൽ ഹിക്മ എന്നും വേർതിരിച്ച് പ്രത്യേകമായാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അൽ കിതാബ് എന്നും അൽ ഹിക്മത്ത് എന്നും അല്ല് ചേർത്തി അൽ കിതാബ് അൽ ഹിക്മ ഈ രണ്ട് വ്യത്യസ്ത നാമങ്ങൾ വാ കൊണ്ട് കൂട്ടിച്ചേർത്തതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് ഉത്തമ തലമുറയിലെ പ്രമുഖ താബി പണ്ഡിതനായ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു നേരിട്ട് പഠിച്ച സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച സഹാബാക്കളിൽ നിന്ന് പഠിച്ച ഇമാം ഖത്താദ റഹിമഹുല്ല അൽ ഹിക്മ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. പ്രമുഖ മുഫസ്സിറുകളെല്ലാം ഇതിനോട് യോജിച്ചു. ആർക്കും തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആൻ തന്നെ ഇനി മറ്റൊരു തെളിവ്, ഖുർആൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വിശദീകരിക്കലാണെന്ന് പറയുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനായി. ഇത് സൂറത്തുൻ നഹലിലെ 44 വിശദീകരിക്കുക. ലിതുബയ്യിന എന്നത് ഖുർആനിലെ ആയത്തുകൾ വീണ്ടും വായിച്ചു കൊടുക്കുക എന്നല്ല. ഖുർആനിൽ വിശദാംശമായി പറയാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണത്തിലൂടെ പഠിപ്പിച്ചതാണ്. കാരണം അള്ളാഹു പറഞ്ഞത്, അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് അത് വിശദീകരിച്ചു കൊടുക്കുന്നതിനായി. അപ്പൊ നിസ്കാരം എത്ര റക്അത്ത്, എങ്ങനെ നിസ്കരിക്കണം, സക്കാത്ത് എത്ര കൊടുക്കണം, അതിൻ്റെ വിശദാംശങ്ങൾ, ഹജ്ജിൻ്റെ പല കർമ്മങ്ങൾ, ഇവയെല്ലാം ഖുർആനിൽ ഓരോന്നായി വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ദൗത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് കൊടുത്തത് അല്ലാഹു. അത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. സൂറത്തുൻ നഹൽ 16-ാം അധ്യായം 44-ാം വചനം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവ എവിടെ നിന്നാണ് പഠിപ്പിച്ചത്, വിശദീകരിച്ചത്? അള്ളാഹു നൽകിയ ഹിക്മത്തിൽ നിന്ന്, അൽ ഹിക്മ. അപ്പോൾ ഹദീസ് നിഷേധി ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് പുറമെ ഹദീസുകളും പറഞ്ഞു എന്നാണോ പറയുന്നത്? അങ്ങനെ ഖുർആനിൽ എവിടെയാണ് പറയുന്നത്? അതിന് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, ഹദീസ് എന്നാൽ പറഞ്ഞത്, വിവരിക്കപ്പെട്ട വാക്ക് എന്ന അർത്ഥമുള്ള പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ആ അൽ ഹിക്മ അഥവാ അദ്ദേഹത്തിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളും വിശദീകരണങ്ങളും പ്രവൃത്തികളും അംഗീകാരങ്ങളും ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകി, അതോടൊപ്പം അൽ ഹിക്മത്തും നൽകി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ ജനങ്ങൾക്ക് വിശദീകരിക്കാനുള്ള ദൗത്യവും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിക്മത്ത് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും പഠിച്ചു. അവ നിവേദനം ചെയ്യപ്പോൾ അവക്ക് ഹദീസ് എന്ന് പേര് വന്നു. അള്ളാഹു നിനക്ക് ഗ്രന്ഥവും ഹിക്മത്തും അവതരിപ്പിച്ചു. ഗ്രന്ഥവും ഹിക്മത്തും എന്ന് നിരവധി വചനങ്ങളിൽ ആവർത്തിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഖുർആനിൽ നിന്ന് തന്നെയുള്ള തെളിവാണ്. ഹദീസും പ്രമാണമാണ്. ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തെളിവല്ല. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.